നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ രണ്ടിടങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഒരാൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. ഇരു സംഭവങ്ങളിലും പ്രതികൾ പോലീസിന്റെ പിടിയിൽ. മദ്യലഹരിയിൽ വാക്കുതർക്കത്തിനിടെ സുഹൃത്തിന്റെ തള്ളുകൊണ്ട് നിലത്ത് തലയടിച്ചു വീണ അധ്യാപകന് ദാരുണാന്ത്യം. സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ. മണ്ണാർക്കാട്ട് ദേശീയപാതയിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മുള്ളൂർക്കരയിൽ വ്യാപാരിയുടെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിലെത്തിക്കണം. അധികാരികൾ നിസ്സംഗത തുടർന്നാൽ സമരം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. പിന്നിട്ടത് ഭക്തിയുടെയും ആഘോഷത്തിന്റെയും ശൈവരാവ്. മഹാശിവരാത്രി നിറവിൽ നിദ്ര വെടിഞ്ഞ വിശ്വാസികൾ. വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയത് വിപുലമായ പരിപാടികൾ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ രണ്ടിടങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ 2 പേർ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. വടക്കാഞ്ചേരി സ്വദേശി സേവിയർ, പൊന്നൂക്കര സ്വദേശി സുധീഷ് എന്നിവരാണ് മരിച്ചത്. ഇരു സംഭവങ്ങളിലെയും പ്രതികൾ പോലീസിന്റെ പിടിയിലായി. വടക്കാഞ്ചേരിയിലുണ്ടായ സംഘർഷത്തിൽ 42 വയസ്സുള്ള സേവിയറാണ് വെട്ടും കുത്തുമേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത്. പൊന്നൂക്കരയിൽ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തിനിടെ ക്രൂരമർദ്ദനമേറ്റ് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മധ്യവയസ്കനാണ് രണ്ടാമത്തെയാൾ. പൊന്നൂക്കര സ്വദേശി 54 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ഇരു സംഭവങ്ങളിലെയും പ്രതികൾ പോലീസിന്റെ പിടിയിലായി. പുലർച്ചെ 12:30യോടെയാണ് വടക്കാഞ്ചേരിയിലെ സംഭവം. വടക്കാഞ്ചേരി സ്വദേശി സേവിയറും സുഹൃത്ത് പാലക്കാട് വടക്കുംചേരി സ്വദേശി അനീഷും ചേർന്ന് വടക്കാഞ്ചേരി പഴയ ഗേറ്റിന് സമീപത്തുള്ള വിഷ്ണുവിന്റെ വീട്ടിലെത്തി വിഷ്ണുവിനെ വിളിച്ച് പുറത്തേക്കിറക്കി. തുടർന്ന് മൂവരും വാക്കുതർക്കമായി. ഇതിനിടെ വിഷ്ണു കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സേവിയറിനെയും അനീഷിനെയും വെട്ടുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സേവിയർ രാവിലെ 7 മണിയോടെ മരണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ സുഹൃത്ത് അനീഷ് ചികിത്സയിലാണ്. സംഭവത്തിൽ നിരവധി കേസുകളിലെ പ്രതിയായ വിഷ്ണുവിനെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി. തൃശൂർ പൊന്നൂക്കരയിലാണ് രണ്ടാമത്തെ സംഭവം. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് പൊന്നൂക്കര സ്വദേശി സുധീഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താനുള്ള കാരണം. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെ തൃശൂർ പൊന്നൂക്കരയിലെ വീട്ടിൽ വച്ചായിരുന്നു സംഭവം. കൊല്ലപ്പെട്ട സുധീഷും പ്രതി വിഷ്ണുവും സുഹൃത്തുക്കളാണ്. ഇരുവരും ഒരുമിച്ചിരുന്ന് വീട്ടിൽ മദ്യപിക്കുന്നതിനിടെ വിഷ്ണുവിന്റെ സഹോദരിയെക്കുറിച്ച് സുധീഷ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം വിഷ്ണുവിന് വീണ്ടും ഓർമ്മ വരികയായിരുന്നു. ഇതോടെയാണ് വിഷ്ണു സുധീഷിനെ ക്രൂരമായി മർദ്ദിച്ചത്. തല ചുമരിലിടിക്കുകയും ചവിട്ടുകയും ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ വരഞ്ഞ് മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഗുരുതര പരിക്കുകളോടെ സുധീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ആന്തരിക രക്തസ്രാവം മൂലം രാവിലെ 8:30യോടെ മരണം സംഭവിക്കുകയായിരുന്നു. ഇന്നലെ തന്നെ പ്രതി വിഷ്ണുവിനെ ഒല്ലൂർ പോലീസ് പിടികൂടിയിരുന്നു. വിഷ്ണുവിനെതിരെ വേറെയും കേസുകൾ നിലവിലുള്ളതായി പോലീസ് അറിയിച്ചു. മരിച്ച സുധീഷ് എറണാകുളത്തെ ഇന്ത്യൻ കോഫി ഹൗസ് ജീവനക്കാരനാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയപാതയിൽ മണ്ണാർക്കാട് പള്ളിപ്പടിക്ക് സമീപം ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മണ്ണാർക്കാട് നടക്കാവ് വീട്ടിൽ 65 വയസ്സുള്ള ജയരാജനാണ് മരിച്ചത്. രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. പാലക്കാട് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി ജയരാജൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ റോഡിലേക്ക് വീണ ജയരാജന്റെ തലയിലൂടെ ലോറി കയറിപ്പോയതായി പറയപ്പെടുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ജയരാജൻ മരിച്ചു. മൃതദേഹം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഭാര്യ മോഹിനി, മക്കൾ ജിതേഷ്, ജനീഷ്, ജിത. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മദ്യലഹരിയിലുണ്ടായ വാക്കുതർക്കത്തിനിടെ സുഹൃത്തിന്റെ തള്ളുകൊണ്ട് നിലത്ത് തലയടിച്ചു വീണ അധ്യാപകൻ മരിച്ചു. പൂങ്കുന്നം ഹരിശ്രീ സ്കൂൾ അധ്യാപകൻ പൂങ്കുന്നം ചക്കാമുക്ക് സ്വദേശി 55 വയസ്സുള്ള അനിലാണ് മരിച്ചത്. സംഭവത്തിൽ സുഹൃത്ത് ചോലിശ്ശേരി സ്വദേശി രാജരാജനെ തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്താരാഷ്ട്ര നാടകോത്സവം നടക്കുന്ന തൃശൂർ സംഗീത നാടക അക്കാദമി കോമ്പൗണ്ടിൽ വെച്ച് ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു സംഭവം. രാത്രി സംഗീത നാടക അക്കാദമിക്ക് തൊട്ടപ്പുറത്തുള്ള KTDC ബീർ പാർലറിൽ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷമാണ് ഇരുവരും അക്കാദമി കോമ്പൗണ്ടിലേക്ക് എത്തിയത്. ഇവിടെ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിനിടെ രാജരാജൻ അനിലിനെ തള്ളിയതോടെ അനിൽ തലയടിച്ച് നിലത്ത് വീണു. ഉടൻ തന്നെ
അനിലിനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ രാജരാജനെ തൃശൂർ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അനിലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. വീഴ്ചയുടെ ആഘാതത്തിലാണ് മരണം സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ കൊലപാതകമടക്കമുള്ള വകുപ്പുകൾ രാജരാജനെതിരെ ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവേഗപ്പുറ നടുവട്ടത്ത് സ്കൂട്ടറിലെത്തിച്ച വിദേശ മദ്യം വിൽപ്പന നടത്തുന്നതിനിടെ യുവാവ് അറസ്റ്റിൽ. നടുവട്ടം തെക്കേപ്പാട്ട് വീട്ടിൽ കൃഷ്ണന്റെ മകൻ 40 വയസ്സുള്ള മണികണ്ഠനെയാണ് പട്ടാമ്പി എക്സൈസ് പിടികൂടിയത്. പട്ടാമ്പി എക്സൈസ് ഇൻസ്പെക്ടർ എച്ച് വിനുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. തിരുവേഗപ്പുറ വില്ലേജ് നടുവട്ടം ദേശത്ത് തുടർവള്ളിക്കാവ് ക്ഷേത്രക്കുളത്തിന് സമീപത്തു നിന്നാണ് 3.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മണികണ്ഠൻ പിടിയിലായത്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടറിൽ എത്തിയാണ് മദ്യം വിറ്റിരുന്നത്. പരിശോധനാ സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജെ സാം ജോസ്, RL അനൂപരാജ്, M വിഷ്ണു, S സണ്ണി എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുള്ളൂർക്കരയിൽ വ്യാപാരിയായ അബ്ദുൾ അസീസിന്റെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷ നൽകണമെന്ന് കേരള വ്യാപാരി വ്യവസായി മുള്ളൂർക്കര യൂണിറ്റ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ എത്തിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങേണ്ടി വരുമെന്നും വ്യാപാരികൾ പറഞ്ഞു. വ്യാപാരികളുടെ പ്രതിഷേധം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റ് അംഗവും വാഴക്കോട് സിദ്ദിഖ് സ്റ്റോർ ഉടമയുമായ അബ്ദുൾ അസീസിന്റെ മരണത്തിനിടയാക്കിയവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച വൈകിട്ട് വാഴക്കോട് നിന്നും മുള്ളൂർക്കരയിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് KM മുഹമ്മദ്, ജനറൽ സെക്രട്ടറി PM ഹംസ, ട്രഷറർ KM പ്രേമൻ, വർക്കിംഗ് പ്രസിഡന്റ് CM ഷംസുദ്ദീൻ, സെക്രട്ടറി ജനരാജൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ സലാം, ജനറൽ സെക്രട്ടറി അഖിൽ ജോസ്, ട്രഷറർ നബീൽ, ബാലകൃഷ്ണൻ ആറ്റൂർ, മറ്റ് യൂണിറ്റ് അംഗങ്ങളും പ്രകടനത്തിൽ പങ്കെടുത്തു. കടയിൽ കയറി അക്രമം കാണിച്ചവരെ ഉടൻ കണ്ടെത്തി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും അല്ലാത്തപക്ഷം വിവിധ സമരമുഖത്തേക്ക് പോകുമെന്നും പ്രസിഡന്റ് K മുഹമ്മദ് പറഞ്ഞു. ഈ 4 പേരാരായാലും അവരെ കണ്ടുപിടിച്ച് ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇനിയും ഈ പ്രതിഷേധ പ്രകടനം തുടരും. ഒരു സമരമുഖത്തേക്ക് ഞങ്ങളെ വലിച്ചെടുക്കാതിരിക്കണമെന്ന് അധികാരികളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ ശക്തമായ ആവശ്യം ഈ പ്രതികളെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അവസാനിപ്പിക്കുന്നു. ജയ് വ്യാപാരി. ചൊവ്വാഴ്ച രാത്രിയാണ് അസീസിന്റെ കടയിൽ 4 യുവാക്കൾ മദ്യലഹരിയിൽ വന്ന് ബഹളമുണ്ടാക്കുകയും തുടർന്ന് കുഴഞ്ഞു വീണ് മരിക്കുകയുമായിരുന്നു ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INTUC പട്ടാമ്പി റീജിയണൽ കൺവെൻഷൻ കോൺഗ്രസ് ഭവനിൽ ചേർന്നു. പാലക്കാട് DCC എക്സിക്യൂട്ടീവ് അംഗം KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയും ചെയ്യുന്ന ഓട്ടോറിക്ഷകൾക്ക് അതിന്റെ വണ്ടിയുടെ തണ്ട് കുറിച്ച് നഷ്ടം കൊടുക്കുന്നതിന് പകരം എങ്ങനെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഡ്രൈവർമാരെ ബുദ്ധിമുട്ടിക്കുക എന്ന വിചിത്ര വാദവുമായി നടപ്പാക്കാൻ പറ്റുന്ന പ്രദേശത്ത് എങ്ങനെയാണോ സൗകര്യം ആ സ്ഥലത്തെ ആദ്യം സാഹചര്യം നമ്മള് നെല്ല് കുത്തി അരി കലത്തിലിടാതെ അരി ഒഴിക്കാൻ പറ്റില്ല. കൺവെൻഷനിൽ വാഹിദ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KP ജോഷി, ഡോക്ടർ വേണുകൃഷ്ണൻ, ഹനീഫ മാനു, മണ്ഡലം പ്രസിഡന്റുമാരായ ഉമ്മർ കീഴായൂർ, സന്തോഷ് മുതുതല, ഗിരിധർ, അനീസുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ 3 മണ്ഡലം പ്രസിഡന്റുമാരെ തെരഞ്ഞെടുത്തു. ഫെയർ മീറ്റർ തകരാറിലായാൽ ഓട്ടോറിക്ഷയിൽ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിക്കുമെന്ന തെറ്റായ തീരുമാനത്തിനെതിരെ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും സംഘടിപ്പിച്ചു. ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും ബാധിച്ച മറവി രോഗത്തിന് പരിഹാരമായി ബ്രഹ്മി മരുന്ന് തപാലിൽ അയച്ചും ഫെഡറേഷൻ പ്രതിഷേധിച്ചു. പുതുതായി തെരഞ്ഞെടുത്ത INTUC മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ മണ്ഡലം പ്രസിഡന്റുമാരായ ഉമ്മറുൽ ഫാറൂഖ് പട്ടാമ്പി, നാസർ CP കുലുക്കല്ലൂർ,
ഷബീബ് മുതുതല, ഉണ്ണികൃഷ്ണൻ ഓങ്ങല്ലൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഷിഹാബ് കൊടലൂർ, വി കെ സലീം, ടി പി മുഹമ്മദ്, ഷാജഹാൻ, ഖാദർ ശങ്കരമംഗലം, ബാവ ശങ്കരമംഗലം, റസാഖ് കൊടലൂർ, നൌഫൽ കൽപ്പക, ഹക്കീം വല്ലപ്പുഴ, കെ ഷംസുദ്ദീൻ, ഷബീർ കൊടലൂർ, അസൈനാർ, ഷബീർ മുതുതല, കൃഷ്ണകുമാർ കൊപ്പം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ത്രിമൂർത്തികളുടെ സംഗമസ്ഥാനമായ മുള്ളൂർക്കര ഇരുനിലങ്കോട് ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് കൂട്ട പഞ്ചാക്ഷരി മന്ത്രജപവും നടന്നു. നമ്മൾ നടത്തിയിരുന്ന ശിവരാത്രി മഹോത്സവം, അതിലെ ഏറ്റവും പ്രാധാന്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പിൽ കയറി നടക്കരുത്. ആ നടക്കുന്ന ആ റൂട്ടിൽ കൂടുതൽ സാധാരണ നമ്മൾ നടന്നു പോകാനുള്ള റൂട്ടിൽ കൂടുതൽ നടന്നു പോവുക. രാവിലെ 4 മണിക്ക് വാഗച്ചാർത്തും മലർനിവേദ്യവും രുദ്രാഭിഷേകം, നിവേദ്യങ്ങൾ, ഭക്തരുടെ വഴിപാടുകളും അഭിഷേകങ്ങളും ഉച്ചപൂജയും നടന്നു. വരവൂർ ശ്രീപാദം കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിച്ച തിരുവാതിരകളിയും ഇരുനിലങ്കോട് ദേവി അമ്മ കലാഗുരുകുലത്തിന്റെ ചെണ്ടമേളവും ശിവശങ്കരൻ ഗ്രൂപ്പിന്റെ തിരുവാതിരകളിയും നടന്നു. വൈകിട്ട് ഗിരിപ്രദക്ഷിണ സമാരംഭവും തുടർന്ന് മുന്നിയറ പ്രദക്ഷിണവും 108 തവണ കൂട്ട പഞ്ചാക്ഷരി മന്ത്രജപവും മുനിയറയിൽ മഹാദിവേദ്യവും പ്രസാദവിതരണവും നടന്നു. ഇരുനിലങ്കോട് ഭജനസമിതിയുടെ ഭജനയും ഭക്തജനങ്ങളുടെ പഞ്ചാക്ഷരി മന്ത്രജപവും നടന്നു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി AV ദേവദാസൻ, ഖജാൻജി VK ശിവദാസ്, മറ്റു ക്ഷേത്ര സംരക്ഷണ ഭാരവാഹികളും ചടങ്ങിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി വിപുലമായി ആഘോഷിച്ചു. പടിഞ്ഞാറ്റുമുറി, വടക്കുമുറി, കിഴക്കുമുറി വേലകൾ മഹാദേവന് കാഴ്ചയുടെ കാണിക്കയുമായി എത്തി. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മഹാദേവന്റെ കടാക്ഷം തേടി നൂറുകണക്കിന് വിശ്വാസികളാണ് കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്രത്തിൽ നടന്ന ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ദിവസം രാവിലെ പ്രഭാതഭേരിയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിശേഷ പൂജകൾ നടന്നു. ഉച്ചയ്ക്ക് പ്രസാദഊട്ടുണ്ടായിരുന്നു. ഇരട്ടമ്പലം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സഹസ്രനാമ പാരായണവും നടന്നു. വൈകുന്നേരം 5:30 പടിഞ്ഞാറ്റുമുറി വേലവരവ് ആരംഭിച്ചു. 6 വടക്കുമുറി വേലയെത്തി. ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക, തുടർന്ന് നൃത്തനൃത്യങ്ങൾ എന്നിവയുമുണ്ടായി. രാത്രി 12 മണിക്ക് കിഴക്കുമുറി വേലവരവോടെയാണ് ആഘോഷ പരിപാടികൾക്ക് സമാപനമായത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര കണ്ണമ്പരിയാരം ഉക്കാനിക്കോട് ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. രാവിലെ മഹാഗണപതി ഹോമം, ഉഷപൂജ, സോപാന സംഗീതം എന്നിവ നടന്നു. തുടർന്ന് ഉച്ചപൂജ, പ്രസാദ വിതരണവും ഉണ്ടായി. വൈകിട്ട് കല്ലൂർ ജൈനും സംഘവും അവതരിപ്പിച്ച തായമ്പകയും നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, പാനക വിതരണം എന്നിവയും നടന്നു. 8 മണിക്ക് കേരള കലാമണ്ഡലം വിദ്യാർത്ഥി ശിവഗംഗയും സംഘവും അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ, കല്യാണ സൗഗന്ധികവും അരങ്ങേറി. മുൻപിൽ ശ്രീ പാർവതിക്കും ശിവനുമിഹ പിറന്നോരു ഓമലുണ്ണി ഗണേശ.
രാത്രി അത്താഴപൂജയുടെ സമാപനമായി നിരവധി ഭക്തർ പങ്കെടുത്തു. പുരാതനമായ ക്ഷേത്രം, നാലുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശം, അമ്പലത്തിനകത്ത് വെള്ളം നിൽക്കുന്ന ഒരു പ്രത്യേകത ഒക്കെയുള്ള വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രം കാനിക്കോട് ദേവരുടെ അനുഗ്രഹം കൊണ്ട് ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണം ഈ ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും നിർലോഭമായ സഹകരണം ഉണ്ടാവാറുണ്ട്. അത് ഈ ക്ഷേത്രത്തിന്റെ ഈ നാടിന്റെ ഐശ്വര്യത്തിനും അത് ജനങ്ങളുടെ അഭിവൃദ്ധിക്കും ഈ ഉക്കാനിക്കോട് ദേവരെ പ്രാർത്ഥിക്കുക എന്നത്, അവിടെ എത്തി ഉക്കാനിക്കോട് ദേവരെ തൊഴുക എന്നത് ജനങ്ങൾ വളരെ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാടാനംകുറിശി തൃത്താൻതോന്നി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിച്ചു. വിശേഷ പൂജകൾ, വൈകിട്ട് വിവിധ കലാപരിപാടികൾ എന്നിവയുണ്ടായി. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു. ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. നിർമ്മാല ദർശനം, മഹാമൃത്യുഞ്ജയ ഹോമം, തുടർന്ന് സോപാന സംഗീതം, കൂടിയാട്ടം, സംഗീതാർച്ചന, തുള്ളൽ ത്രയം, തിരുവാതിരകളി, നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി. ഓമലുണ്ണി ഗണേശ വൻപിച്ചുള്ളൊരു വിഘ്നം വിരവിനോടഖിലം ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് പരിപാടികളിൽ പങ്കെടുത്ത കലാകാരികൾക്കും കലാകാരന്മാർക്കും മൊമെന്റോ നൽകി ആദരിച്ചു. ചടങ്ങിൽ AM രാജു, സുരേന്ദ്രൻ സുപ്രീം, വിപിൻ കൂടിയേടത്ത്, സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാർദ്ധക്യം വകവയ്ക്കാതെ 75-ാം വയസ്സിൽ മുള്ളൂർക്കര ഇരുനിലങ്കോട് ക്ഷേത്രത്തിലെ ശിവരാത്രി ദിവസം മല കയറാൻ വരുന്നവർക്ക് മലമുകളിൽ സംഭാരവുമായി തൃത്താല വീട്ടിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടാകും. തുടർച്ചയായ 19ാമത്തെ വർഷമാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ സംഭാര വിതരണം തുടങ്ങിയിട്ട്. കടുത്ത ചൂട് വകവയ്ക്കാതെ 2 കിലോമീറ്ററോളം ദൂരമുള്ള കുത്തനെയുള്ള മല കയറി ഗിരിപ്രദക്ഷിണം ചെയ്യുന്ന ഭക്തജനങ്ങൾക്ക് ദാഹമകറ്റുന്നതിനായി ഉണ്ണികൃഷ്ണൻ സംഭാരവുമായി ഉണ്ടാകും. ഇദ്ദേഹത്തെ സഹായിക്കാനായി ഇരുനിലങ്കോട് സ്വദേശിയായ പ്രണവ് ലെൻസ്മാൻ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം യുവാക്കളും ഒപ്പമുണ്ട്. സംഭാരത്തിലെ കൂട്ട് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന് സംഭാരത്തിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേകതരം രുചിയാണെന്നാണ് സംഭാരം കുടിക്കുന്നവരുടെ അഭിപ്രായം. 19 വർഷങ്ങൾക്ക് മുൻപാണ് ഇദ്ദേഹം ആദ്യമായി മല കയറാനെത്തുന്നത്. അന്നു മുതൽ തീരുമാനിച്ചതാണ് അടുത്ത വർഷം മുതൽ മലമുകളിൽ ഭക്തർക്കായി സംഭാരം വിതരണം ചെയ്യണമെന്ന്. അന്ന് തുടങ്ങിയ സംഭാര വിതരണം 19 വർഷം പിന്നിടുമ്പോഴും തുടരുകയാണ്. ഭാര്യ ചന്ദ്രമതിയും ചെറിയമ്മ തങ്കമ്മയും ചേർന്നാണ് സംഭാരവും അതിനുള്ള കൂട്ടും ഉണ്ടാക്കുന്നത്. നിരവധി ആളുകളുടെ ദാഹം മാറുമ്പോൾ നിറഞ്ഞ സന്തോഷമാണ് ഉണ്ണികൃഷ്ണന്. 26 വർഷത്തോളം റെയിൽവേയിൽ സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. 10 വർഷത്തോളമായി പാലിയേറ്റീവ് കെയറിൽ വോളണ്ടിയർ ആണ്. ഡോക്ടേഴ്സ് എടുക്കുന്ന ക്ലാസുകളിൽ മുഴുവൻ പങ്കെടുക്കുന്നതോടൊപ്പം രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നതിനും മുൻപന്തിയിലാണ്. വയോജന സംഘടനയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം മുള്ളൂർക്കര GLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്ന ഇദ്ദേഹം പല ചടങ്ങുകളിലും കാർമ്മികത്വം വഹിക്കുന്നുമുണ്ട്. ഒരു പറ്റം യുവാക്കളുടെ കൂടി പിന്തുണയുള്ളത് സ്മരിക്കുന്നതോടൊപ്പം അടുത്ത വർഷവും ഇത് തുടരാനുള്ള ആഗ്രഹമേയുള്ളൂ എന്നും 75 വയസ്സുകാരനായ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇവിടെ പ്രദക്ഷിണ വഴിയില്ല. അപ്പോൾ ശിവരാത്രി ദിവസം മാത്രമാണ് ഈ പാറ ചുറ്റി പ്രദക്ഷിണം വെക്കുന്നത്. അവിടെ മുനിയറയുണ്ട്, അവിടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ നാമജപങ്ങൾ ചെല്ലിയ ഭക്തജനങ്ങൾ അവിടെ എത്തുമ്പോൾ എന്നെ ഭഗവാൻ ഏൽപ്പിച്ച ഒരു ദൗത്യം എന്താണെന്നറിയോ? മോര് സംഭാരം പാരാന്നുള്ളതാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഇത് 10ാമത്തെ വർഷമാണ്. എൻ്റെ മാത്രം കഴിവല്ല, ഞാനൊരു നിമിത്തം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനോട് പരിസരത്ത് കുറച്ച് ചെറുപ്പക്കാരുണ്ട്, അവരുടെ കൂട്ടായ്മയാണ്. അവർക്കും
ഞാൻ ദൈവത്തിൻ്റെ പേരിൽ നന്ദി പറയാം. അവരെ അഭിനന്ദിക്കുകയാണ്. മണ്ണൂർ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൺമറഞ്ഞ CPM നേതാക്കളെ അനുസ്മരിച്ചു. മുൻ ഏരിയ കമ്മിറ്റി അംഗം മധുസൂദനൻ ഉണ്ണി, ലോക്കൽ കമ്മിറ്റി അംഗം വി ഭാസ്കരൻ എന്നിവരെയാണ് അനുസ്മരിച്ചത്. സമ്മേളനം ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ മുന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടുന്ന കാലത്തെല്ലാം ഈ പാർട്ടിയെ കെട്ടുറപ്പോടുകൂടി കൂടെ നിർത്താൻ ആ സഖാവ് നല്ല ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സഖാവ് ഭാസ്കരനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. സഖാവ് ആർട്ടിസാൻ്റെ പ്രവർത്തകനായി നേതാവായി ഈ ഏരിയയിലെ തന്നെ ഈ ആർട്ടിസാൻ യൂണിയൻ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിച്ച സഖാവാണ്. വി മോഹനൻ അധ്യക്ഷത വഹിച്ചു. K സൈദലവി, KA അസീസ്, AV അർജുൻ, വി സുരേന്ദ്രൻ, K ചന്ദ്രിക, PV പീതാംബരൻ, M ഉണ്ണികൃഷ്ണൻ, VK മുരളി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പറളി TAJB സ്കൂൾ വാർഷികാഘോഷത്തിന് എത്തിയ 100 കണക്കിന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജ്യൂസ് വിതരണം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇല്യാസ്, സെക്രട്ടറി ഷാഫി, ട്രഷറർ റാഫി, ഷംസുദ്ദീൻ, നാസർ, ഫൈസൽ, ജാഫർ, അജീഷ് ബാബു, ഖാദർ, മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് വാർഷികമാണ്. ആ വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റി കുരുന്നുകൾക്ക് ദാഹം മാറ്റാൻ വേണ്ടി ജ്യൂസുകൾ ഇവിടെ ഇന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു തിരക്കിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ പ്രവൃത്തികൾ ഇന്നും ഇന്നലെ തുടങ്ങിയല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ. ഇതിലെല്ലാം സഹകരിച്ച ഈ സ്കൂളിലെ അധ്യാപകർക്കും കുട്ടികളുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ 2 ഇടങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഒരാൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ. ഇരു സംഭവങ്ങളിലും പ്രതികൾ പോലീസിന്റെ പിടിയിൽ. മദ്യലഹരിയിൽ വാക്കുതർക്കത്തിനിടെ സുഹൃത്തിന്റെ തള്ളുകൊണ്ട് നിലത്ത് തലയടിച്ചു വീണ അധ്യാപകന് ദാരുണാന്ത്യം. സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിൽ. മണ്ണാർക്കാട്ട് ദേശീയപാതയിൽ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മുള്ളൂർക്കരയിൽ വ്യാപാരിയുടെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിലെത്തിക്കണം. അധികാരികൾ നിസ്സംഗത തുടർന്നാൽ സമരം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ്. പിന്നിട്ടത് ഭക്തിയുടെയും ആഘോഷത്തിന്റെയും ശൈവരാവ്. മഹാശിവരാത്രി നിറവിൽ നിദ്ര വെടിഞ്ഞ വിശ്വാസികൾ. വിവിധ ക്ഷേത്രങ്ങളിൽ ഒരുക്കിയത് വിപുലമായ പരിപാടികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.